ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു വീണ്ടും ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെക്കാം. ഞാനെന്താ ബെഡ്ഷീറ്റ് എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. ഇക്കയുടെ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ മടക്കി ഇക്കയുടെ റൂമിൽ ബെഡില്ലാത്തത് കാരണം അവിടെ ഒരു കട്ടിയുള്ള കമ്പിയാണ് നമ്മൾ വിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നേരെ നല്ല വൃത്തിയായിട്ട് ഇതൊക്കെ ഒന്ന് വിരിച്ചിട്ട് തലങ്ങനെയെല്ലാം വെച്ച് അവിടുത്തെ ഇതെല്ലാം അടിച്ച് ഒരു തൂക്കെല്ലാം മാറ്റുന്നുണ്ട്. വാപ്പിയുടെ ബെഡ്റൂമിൽ വന്ന് അവിടുത്തെ അതെല്ലാം മാറ്റി അവിടെ എല്ലാം തൂക്കെല്ലാം പെട്ടെന്ന് മാറ്റുന്നുണ്ട്. അവിടുത്തെ ബെഡ്ഷീറ്റ് ഞാൻ മടക്കി വെക്കുന്നുണ്ട്. പിന്നെ അവിടെ ബെഡ്റൂമിൽ വന്നാൽ അവിടെ തൂത്ത് മാത്രം മാറ്റിയാൽ മതി. ഇടയ്ക്ക് ഉമ്മിയും ബാപ്പിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും വീഡിയോയുടെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ ഇതൊക്കെ കാണിക്കണം. പിന്നെ അടുക്കളയിലോട്ടെല്ലാം തൂത്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അടുക്കളയിൽ ഉള്ള ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ആ 2 പൂച്ചക്കുട്ടികൾ ഇവിടെ കിടന്ന് നല്ല സുഖത്തിൽ ഉറങ്ങുന്നുണ്ട്. എന്ത് ചെയ്തിട്ടോ വരണമെന്നത് കൂടിയില്ല. പിന്നെ അതിനെ ഉണർത്തണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2 ഉണർന്നിരിപ്പുണ്ട്. അങ്ങോട്ട് വരാൻ പറയുമ്പോൾ കല്യാണക്കിരിക്കും. പിന്നെ ചൂലുകൊണ്ട് 2 തട്ട് കൊടുത്തപ്പോൾ 2 പേരും ഓടിക്കും. പിന്നെ അവിടുത്തെ എല്ലാം ദൂത്തെല്ലാം മാറ്റി കഴിഞ്ഞു. എൻ്റെ വീഡിയോ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണേ. കൂടെ കമൻറ്റും എന്തെങ്കിലുമൊക്കെ ഇട്ടോ കേട്ടോ. അതാ 2 പേരും കൂടെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ കഴിച്ച പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവാണ്. ടേബിൾ പറയെല്ലാം തുടച്ച് ഞാൻ അവിടെ പശയുടെ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിൽ
ഇങ്ങനെ ചെറുതായിട്ടൊരു അഴുക്ക് കണക്കത്തൊരു പൊടി, ബ്ലാക്ക് പൊടി കണക്ക സാധനം വരും കേട്ടോ. അത് കാരണം നമുക്ക് ചെറിയ ചെറിയ ഇത് ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് തുടയ്ക്കണം. അത് കാരണം ഞാൻ എന്താ അവിടുത്തെ പാട്ടയും ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ജസ്റ്റ് തുടച്ച് മാറ്റി എല്ലാം ബോട്ടിലെല്ലാം തുടച്ച് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വിനാഗിരി കുപ്പി, എണ്ണക്കുപ്പി, ഇങ്ങനത്തെ ചെറിയ ചെറിയ പാട്ടകൾ ഈ ഒരു സൈഡിലും, ഉപ്പ് അങ്ങനത്തെ അരി ഇതൊക്കെ പാട്ട ഈ ഒരു സൈഡിലുമായിട്ടാണ് വെക്കുന്നത്. അങ്ങനെ അവിടുത്തെ ആ ഏരിയ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ചോറെല്ലാം വെക്കുന്ന സ്ഥലം ഇവിടെ ഈ ഒരു ഏരിയയാണ്. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഞാൻ അവിടെ ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ട്. അതാ തുടച്ചുകൊണ്ടിരുന്ന കൊടുത്ത് എൻ്റെ കൈ തട്ടി ഉപ്പിയും അത് ഇതെല്ലാം മറിഞ്ഞു വീണു കേട്ടോ. പിന്നെ അതെല്ലാം പറക്കിച്ച് ഫ്രിഡ്ജിൻ്റെ പുറത്തിരുന്ന ഇതെല്ലാം എടുത്ത് വെച്ചു. അവിടെ എല്ലാം ഒതുക്കി കഴിഞ്ഞ് പാത്രം എല്ലാം പെട്ടെന്ന് കഴുകി വെക്കുന്നുണ്ട്. അങ്ങനെ 2-3 നമ്മൾ കഴുകി പെട്ടെന്ന് വെക്കുന്ന കാരണം പെട്ടെന്ന് കഴുകാനൊക്കെ പറ്റുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇതേ കണക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അവിടെയെല്ലാം ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കി. നമ്മുടെ ക്യാൻ വെള്ളം ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ബക്കറ്റിനകത്തെല്ലാം ഒഴിച്ച് വെച്ചു. പിന്നെ നമ്മുടെ സ്റ്റൗവിടെ പുറമൊക്കെ ഒന്ന് കുറച്ച് അരിയൊക്കെ ഇങ്ങനെ തിളച്ച് വീഴാൻ അതൊക്കെ പോകാനുണ്ട്. പിന്നെ ആ തട്ടെല്ലാം തുടച്ച് ഇത് നമ്മൾ ഈ 3 തട്ടായിട്ട് നമ്മൾ മേടിച്ചാണ് കേട്ടോ. പിന്നെ എന്താ അവിടെ ആ ഒരു ഏരിയ ഒന്ന് തുടച്ച്